ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കിടിൽ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങളുടെ ചെസ്റ്റിനെയും ഷോൾഡറിനെയും നല്ല സ്ട്രോങ് ആക്കാൻ പറ്റിയ നല്ല കിടിലൻ വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഡംബൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഡംബൽ ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ബ്രിക്സ് ഉപയോഗിച്ച് വേണമെങ്കിലും ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ചുടുകട്ടയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് വേണമെങ്കിലും ഈ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ്. സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിനെ ആക്ടിവേഷൻ ആക്കാനായിട്ട്, നിങ്ങളുടെ ഫുൾ ചെസ്റ്റിനെയും ആക്ടിവേഷൻ ആക്കാനായിട്ട്, അതിനൊക്കെ നിങ്ങളുടെ ഷോൾഡർ മസിലിന് സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാനായിട്ട് അടിപൊളി വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ഇതേ കണക്ക് നിങ്ങളുടെ കയ്യിൽ ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡമ്പൽ ഇതേപോലെ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ ലെവൽ ഇതേ കണക്ക് വെക്കാം. അതല്ല നിങ്ങളുടെ ഈ ഡമ്പൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ബ്രിക്സ് 2 കട്ട ചേർത്ത് വെച്ചിട്ട് ഇച്ചിരി അല്പം പൊക്കം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, മാക്സിമം സ്ട്രെച്ചിങ്ങിന് വേണ്ടിയാണ് നമുക്ക് അല്പം പൊക്കം ആവശ്യമാണ്. അതിനുശേഷം നിങ്ങൾ പുഷപ്സിൻ്റെ പൊസിഷനിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ട് ഇതേ കണക്ക് മാക്സിമം താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, മാക്സിമം താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. ചെസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്ത് ചെസ്റ്റിന് നല്ല സ്ട്രെച്ചിങ് കൊടുക്കുക. പുഷ് ഇതേ കണക്ക് പുഷ് ചെയ്യുക. മാക്സിമം മുകളിലോട്ട് വരുമ്പോൾ നല്ല പുഷ്, ചെസ്റ്റിന് നല്ല പുഷായിരിക്കണം കിട്ടുന്നത്. ഓക്കെ, സ്ട്രെച്ച് ആൻഡ് പുഷ്. കണ്ടില്ലേ? സ്ലോ ഡൗൺ ആൻഡ് സ്ട്രെച്ച് അപ്പ് പുഷ്. ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അടിപൊളി വർക്കൗട്ടാണ്. വളരെ സാവധാനത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കണം. സ്ലോവിൽ താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം ചെസ്റ്റിനെ സ്ട്രെച്ച് ചെയ്യുക താഴോട്ട് മാക്സിമം. അതിനൊക്കെ ഉയരുന്ന സമയത്ത് മാക്സിമം പുഷ് ചെയ്തുകൊണ്ട് ചെസ്റ്റിനെ പുഷ് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങളൊരു 4 സെറ്റ് ഒരു 10 റെപ്സ് വെച്ചിട്ട് ഒരു 4 സെറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ചെസ്റ്റ് നല്ല അടിപൊളിയാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഷോൾഡർ നല്ല സൂപ്പറാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. ഓക്കെ, സ്ട്രെച്ച് പുഷ്. കണ്ടില്ലേ? ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. 4 സെറ്റ് നിങ്ങൾ ചെയ്യൂ. ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ നമ്മുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇരിക്കുന്ന കണക്ക് ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാം. ഓക്കെ, ഫ്ലോറിലിരിക്കാം. ഇതേ കണക്ക് നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് പിടിക്കുക. ഓക്കെ, നല്ലൊരു ഇതിൽ അപ്പ് ചെയ്ത് നല്ല പിടിക്കുക. അതിനുശേഷം ഇതേ കണക്ക് നിങ്ങൾക്ക് ഡമ്പൽ എടുത്തിട്ട് ഇതേപോലെ പിടിക്കാം. 2 കൈ ചേർത്ത് ഡമ്പലിനെ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ കണക്ക് പുഷ്, മാക്സിമം സ്ക്വീസ് ചെയ്യണം ചെസ്റ്റിനെ. സ്ക്വീസ് ഉണ്ട്. ഇത് കണക്ക് മാക്സിമം ഫോഴ്സിൽ സ്ക്വീസ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് ചെസ്റ്റിനെ നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക. ഇതേ കണക്ക് വളരെ സാവധാനത്തിൽ പതുക്കെ കൊണ്ടുവരിക. സ്ക്വീസ്, മാക്സിമം ശക്തി കൊടുത്തിട്ട് സ്ക്വീസ് ചെയ്യുക. ഓക്കെ, ഇതും നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഫുൾ മസിൽസിനെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ഷോൾഡർ മസിലിനെയും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതേ കണക്ക് ഇരിക്കുക. നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് പിടിക്കുക. ഇതേ കണക്ക് വളഞ്ഞു കുത്തിയൊന്നും ഇരിക്കരുത്. ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഡംബൽസ് ഇതേ കണക്ക് എടുക്കുക. കട്ടയാണെന്നുണ്ടെങ്കിൽ കട്ട ഇതേ കണക്ക് ചേർത്ത് പിടിക്കണം. ഓക്കെ, അതിനുശേഷം ബാക്കിലോട്ട് മാക്സിമം സ്ക്വീസ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് സ്ക്വീസ്, നല്ല ശക്തിയായിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം. നല്ല ശക്തിയായിട്ട് തന്നെ സ്ക്വീസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് ആ മസിൽസ് പിടിക്കുന്നത് ആക്ടിവേഷൻ ആകുന്നത് നമ്മൾ ശരിക്കും അറിയണം. ഓക്കെ, അങ്ങനെയായിരിക്കണം ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. ഇതും നിങ്ങളൊരു 4 സെറ്റ് ചെയ്യൂ. ഒരു 15 റെപ്സ് വെച്ചിട്ടൊരു 4 സെറ്റ് ചെയ്യൂ. അടുത്ത നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഇത് അല്പം ടഫായിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, പക്ഷേ ഹൈലി എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾ ആദ്യം പിരമിഡ് പുഷപ്സിൻ്റെ രൂപത്തിൽ ഇതേ കൈകൾ വെക്കുക. ഇതേ കണക്ക് നിൽക്കാം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1 2 3 4 5 കമാൺ, തിരിച്ച് റിട്ടേൺ 2 3 4 5 6. ഇതേപോലെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് 1 2 3 4 5 6 റിട്ടേൺ 1 2 3 4 5 6. 6 മൂവ്മെൻറ്റ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ ചെയ്ത് ചെയ്യുക. നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ, നിങ്ങളുടെ ചെസ്റ്റ് മസിലിനെ നല്ല കിടിലമാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ബോഡിയുടെ സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ഒരു 3 സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക.
ചെസ്റ്റൊക്കെ നല്ല കിടിലമാവും, ഷോൾഡർ അടിപൊളിയാവും. ഓക്കെ, അതിനൊക്കെ നല്ല ബലം, നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വർക്കൗട്ട് കൂടിയാണ് ഇത്. അപ്പോൾ ഇത് കണക്ക് പിരമിഡ് പുഷപ്സിൻ്റെ രൂപത്തിൽ തന്നെ കൈകൾ വെക്കുക. അതിനുശേഷം 1 2 3 4 5 6 റിട്ടേൺ 1 2 3 4 5 6. കമാൺ. വീണ്ടും 1 2 3 4 5 6. വീണ്ടും തിരിച്ച് 1 2 3. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. അടിപൊളി വർക്കൗട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണാൻ